നിരന്തരം പരാജയമായ സമയത്ത് ക്യാപ്റ്റനായതുകൊണ്ട് മാത്രം ടീമിൽ കടിച്ചു തൂങ്ങി നിൽക്കുകയാണെന്ന് എല്ലാവരും പറഞ്ഞ സമയത്ത് ഒരു മത്സരത്തിന് ശേഷം നടത്തിയ പോസ്റ്റ് മാച്ച് പ്രസ് കോൺഫറൻസിൽ സൂര്യകുമാർ യാദവ് പറഞ്ഞു, ഞാൻ ഔട്ട് ഓഫ് ഫോം അല്ല, ഔട്ട് ഓഫ് റൺസ് ആണ്. വലിയ രീതിയിൽ ട്രോളുകളും മീമുകളും തയ്യാറായെങ്കിലും സൂര്യ പറഞ്ഞത് വാസ്തവം തന്നെയാണ്. 2-3 മത്സരങ്ങൾക്ക് ശേഷം അദ്ദേഹം തന്നെ അത് തെളിയിക്കുകയും ചെയ്തു. ന്യൂസിലൻഡിനെതിരായ 2020 പരമ്പരയിൽ ബാക്ക് ടു ബാക്ക് 50, അതും വെടിക്കെട്ട് സ്ട്രൈക്ക് റേറ്റിൽ. പ്രൈം സൂര്യയെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള 360 ഷോട്ടുകൾ യഥേഷ്ടം കളിച്ചു. സൂര്യകുമാർ സ്ഥിരമായി വലിയ ഷോട്ടിന് കളിച്ച് പുറത്താകുമ്പോഴും അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ വളരെ പോസിറ്റീവായിരുന്നു. ഏത് ബാറ്റർക്കും സംഭവിക്കാവുന്ന ഇടക്കാലത്ത് വിരാട് കോഹ്ലി വരെ അതിജീവിച്ച ഒരു സ്വാഭാവിക ഫോം ഔട്ടാണ് തൻ്റേതെന്ന് സൂര്യകുമാർ വളരെ വ്യക്തമായി തെളിയിക്കുകയും ചെയ്തു. സഞ്ജു സാംസന്റെ കാര്യം പറയുമ്പോൾ സൂര്യയുടെ ഈ തിരിച്ചുവരവ് ഓർത്താൽ മതി. സഞ്ജു നിലവിൽ ഔട്ട് ഓഫ് ഫോമും ഔട്ട് ഓഫ് റൺസുമാണ്, ഒരു തർക്കവുമില്ല. പക്ഷേ അതിനേക്കാളേറെ ആരാധകരെയും മാനേജ്മെന്റിനെയും നിരാശരാക്കുന്നത് സഞ്ജുവിൻ്റെ സമീപനമാണ്. ഒട്ടും കോൺഫിഡൻസ് ഇല്ലാതെയാണ് സഞ്ജു ക്രീസിലുള്ളത്. ബോളർമാർക്ക് വിക്കറ്റ് ദാനം നൽകിയാണ് പലപ്പോഴും മടങ്ങുന്നത്. ടെക്നിക്കലി സൗണ്ടഡായ സഞ്ജു തീർത്തും ക്ലൂലെസ്സായി ഇപ്പോൾ മടങ്ങുന്നത് കാണുമ്പോൾ ക്രിക്കറ്റ് പ്രേമി എന്ന നിലയിൽ ചെറിയ സങ്കടമൊന്നുമല്ല ഉള്ളത്. എവിടെയാണ് സഞ്ജുവിന് പിഴയ്ക്കുന്നത്? ആദ്യം തന്നെ കോൺഫിഡൻസ്, പിന്നെ ഫുട് വർക്ക്. ഇത് രണ്ടും തന്നെ പ്രധാന വില്ലൻ. മുഖ്യപരിശീലകൻ ഗൗതം ഗംഭീറും ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും സപ്പോർട്ടിംഗ് സ്റ്റാഫും അടക്കം എല്ലാവരും സഞ്ജുവിന് വലിയ പിന്തുണ ഈ മോശം സമയത്ത് നൽകുന്നുണ്ട്. വിശാഖപട്ടണത്തെ 4ാം 2020 മുന്നോടിയായി നടത്തിയ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ ബൗളിംഗ് കോച്ച് മോണി മോർക്കൽ ഇക്കാര്യം തുറന്നു പറയുകയും ചെയ്തു. ഫോം ഈസ് ടെമ്പററി, ക്ലാസ് ഈസ് പെർമനന്റ് എന്നാണ് സഞ്ജുവിനെ പറ്റി മോർക്കൽ എന്ന് പറഞ്ഞത്. നെറ്റ്സിൽ ബാറ്റ് ചെയ്യുമ്പോൾ നന്നായി കണക്റ്റ് ആവുന്നുണ്ട്. നല്ലപോലെ ഫോക്കസ് ചെയ്ത് കഠിനാധ്വാനത്തിലാണ് അദ്ദേഹം. നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം ടീം വിജയിക്കുക എന്നതാണ്. അദ്ദേഹത്തിന് ആ മൈൻഡ് സെറ്റ് ക്വാളിറ്റി ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. സഞ്ജു സാംസൺ ഫോമിലേക്ക് തിരിച്ചു വരുമെന്ന് എനിക്ക് ആത്മവിശ്വാസമുണ്ട്. മോണി മോർക്കലിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ നമ്മളെല്ലാവരും വലിയ പ്രതീക്ഷയിൽ തന്നെയായിരുന്നു. പക്ഷേ വിശാഖപട്ടണത്തും കാര്യമായി ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല സഞ്ജുവിന്. 3 ബൗണ്ടറിയും ഒരു സിക്സറും സഹിതം 15 പന്തിൽ 24 റൺസ്. വലിയ തരക്കേടില്ലെന്ന് തോന്നുന്ന സ്കോറാണ്. പക്ഷേ ഒരു പന്ത് പോലും അത്ര കോൺഫിഡൻസിലല്ല സഞ്ജു നേരിട്ടത്. ജേക്കബ് ഡഫിയുടെ സഞ്ജുവിനെതിരായ ആദ്യ പന്ത് ഒരു യോർക്കറായിരുന്നു. ലെഗിലേക്ക് സേഫായി കളിച്ചു അത്. 2 പന്തുകൾക്ക് ശേഷം വീണ്ടും ഒരു ഫുൾ ഡെലിവറിയാണ് ഡഫി എറിഞ്ഞത്. ഈ സമയങ്ങളിലെല്ലാം പന്ത് ബൗളർ റിലീസ് ചെയ്യുന്നതിന് മുൻപേ സഞ്ജു ക്രീസിൻ്റെ ബാക്ക് ഡീപ്പിലേക്ക് ഇറങ്ങുന്നത് കാണാമായിരുന്നു. മോശം ടെക്നിക്ക് എന്നാണ് കമൻറ്റേറ്റർമാർ പറഞ്ഞുകൊണ്ടിരുന്നത്. 3ാം 2020-ൽ മാറ്റ് ഹെൻറിക്ക് ഈ വിധമാണ് സഞ്ജു വിക്കറ്റ് കൊടുത്തത്. ലെഗ് സൈഡിലൂടെ ക്രീസിൽ ഒരുപാട് പിന്നിലേക്ക് ഇറങ്ങി 3 സ്റ്റെമ്പും കൃത്യമായി കാണുന്ന രീതിയിൽ തന്നെ. ബാറ്റിൽ കൊണ്ടില്ലെങ്കിൽ അത് വിക്കറ്റാകുമെന്ന് ആർക്കും മനസ്സിലാകും. സെയിം, ഹി ലോസ് ഹിസ് വിക്കറ്റ്. മിച്ചൽ സാന്റർ പന്തെറിയാനെത്തുമ്പോൾ ഔട്ട്സൈഡ് ലെഗിലാണ് സ്റ്റാൻസ്. മിഡിൽ സ്റ്റംപാണ് തെറിച്ചത്. ഞാൻ പറഞ്ഞില്ലേ എന്ന ഭാവത്തിലായിരുന്നു സാന്ററുടെ സഹതാരങ്ങൾക്കൊപ്പമുള്ള സെലിബ്രേഷൻ. അവർക്ക് വ്യക്തമായി അറിയാമായിരുന്നു സഞ്ജുവിനെ എങ്ങനെ പുറത്താക്കണമെന്ന്. അതവർ കൃത്യമായി നടപ്പിലാക്കുകയും ചെയ്തു. ആദ്യ പന്ത് മുതൽ ഔട്ടായ പന്ത് വരെ നോക്കൂ. പേസർമാർക്കെതിരെയും സ്പിന്നർമാർക്കെതിരെയും ബാക്ക് ഫുട്ടിൽ സ്റ്റെമ്പിന് തൊട്ടുചാരി കാലനക്കാതെ ഒരു ഫുട് മൂവ്മെൻറ്റും ഇല്ലാതെ റിസ്റ്റ് പവറിൽ മാത്രമാണ് സഞ്ജു ശ്രദ്ധിക്കുന്നത്. സഞ്ജുവിൻ്റെ ഫുട് വർക്കിലെ പ്രശ്നങ്ങൾ ഇവിടെ കൃത്യമായി പറയുന്നുണ്ട് ഇതിഹാസ താരം സുനിൽ ഗവാസ്കർ. സ്പിന്നർമാരെ നേരിടുമ്പോൾ സഞ്ജു പന്തിനടുത്തേക്ക് കാലുകൾ നീക്കുന്നില്ലെന്നും ക്രീസിൽ വെറുതെ നിൽക്കുക മാത്രമാണ് ചെയ്യുന്നത്. 3 സ്റ്റെമ്പുകളും തുറന്നുകാട്ടി ലെഗ് സ്റ്റെമ്പിന് പുറത്തേക്ക് നീങ്ങി ഓഫ് സൈഡിൽ സ്പേസ് ഉണ്ടാക്കി കളിക്കാൻ ശ്രമിക്കുമ്പോൾ സഞ്ജു തൻ്റെ 3 സ്റ്റെമ്പുകളും ബൗളർമാർക്ക് മുന്നിൽ തുറന്നു കാട്ടുകയാണ് ചെയ്യുന്നത്. ഈ പരമ്പരയിൽ ഇത് 2ാം തവണയാണ് സഞ്ജു സമാനമായ രീതിയിൽ വിക്കറ്റ് നഷ്ടപ്പെടുത്തുന്നത്. സ്പിന്നിനെതിരെ ഒരു ഫുട് വർക്കും ഇല്ലാതെ കളിക്കുന്നത് അപകടകരമാണെന്നാണ് ഗവാസ്കർ ഓർമ്മിപ്പിക്കുന്നത്. സ്പിന്നർമാരെ നേരിടുമ്പോൾ സഞ്ജു ക്രീസിൽ നിന്ന് അനങ്ങുന്നേയില്ല. ഇന്നലെ പന്ത് തിരിയുന്നുണ്ടോ എന്ന് പോലും സഞ്ജുവിന് ഉറപ്പില്ലായിരുന്നു. കാലുകൾ അനക്കാതെ ലെഗ് സ്റ്റമ്പിന് പുറത്തേക്ക് നീങ്ങി ഷോട്ടിന് ശ്രമിക്കുമ്പോൾ വിക്കറ്റ് ബൗളർമാർക്ക് മുന്നിൽ തുറന്നു കൊടുക്കപ്പെടുകയാണ്. പന്ത് നഷ്ടപ്പെട്ടാൽ അത് ഉറപ്പായും സ്റ്റമ്പിൽ കൊള്ളും. മുൻപ് നടന്ന ഇംഗ്ലണ്ടിനെതിരായ പരമ്പര നോക്കൂ. അവിടെ ജോഫ്ര ആർച്ചറിന് നിരന്തരം വിക്കറ്റ് നൽകി മടങ്ങുന്ന കാഴ്ച നമ്മൾ കണ്ടിരുന്നു. എക്സ്ട്രാ പേസിനെതിരെ നന്നായി സ്ട്രഗിൾ ചെയ്ത് തുടങ്ങിയ ശേഷമാണ് അദ്ദേഹം ക്രീസിലേക്ക് ഡീപ്പായി ഇറങ്ങി തുടങ്ങിയത്. ബൗളറെ റീഡ് ചെയ്യുക എന്നതും ഏറെ പ്രധാനമാണ്. ഇവിടെ സഞ്ജുവിൻ്റെ കാര്യത്തിൽ സംഭവിക്കുന്നത് മറ്റൊന്നാണ്. സഞ്ജു റീഡിങ്ങിന് പകരം എക്സ്പെക്റ്റ് ചെയ്യുകയാണ്. ഷോർട്ട് ബോൾ പ്രതീക്ഷിച്ച് ബാറ്റ് ചെയ്യുന്നു. പ്രോപ്പർ ഷോട്ട് കളിക്കാനാവുന്നില്ല, അല്ലെങ്കിൽ ടൈമിംഗ് തെറ്റുന്നു. ക്യാച്ചുകൾ നൽകി മടങ്ങുന്നു. വിശാഖപട്ടണത്തെ 4ാം മത്സരത്തിലും അത്തരത്തിൽ തുടക്കത്തിലെ വിക്കറ്റ് നൽകി മടങ്ങേണ്ടതായിരുന്നു സഞ്ജു. മാറ്റ് ഹെൻറി ഔട്ട്സൈഡ് ഓഫ് സ്റ്റംപിൽ എറിഞ്ഞൊരു ലെങ്ത് ബോൾ. മിഡ് ഓഫിലേക്ക് ഒരു ഡ്രൈവാണ് സഞ്ജു ചെയ്തത്.
നേരിയ വ്യത്യാസത്തിലാണ് സാന്നർക്ക് ക്യാച്ച് നഷ്ടമായത്. കാര്യം അത് ബൗണ്ടറി ആയെങ്കിലും ഒട്ടും കൺവിൻസിംഗ് ആയിരുന്നില്ല ആ ഷോട്ട്. കഴിഞ്ഞ 21 തവണ ഓപ്പണിംഗിനിറങ്ങിയതിൽ 18 തവണയും സഞ്ജു തന്നെയായിരുന്നു സ്ട്രൈക്ക് എടുത്തത്. പക്ഷേ വിശാഖപട്ടണത്ത് അഭിഷേകാണ് സ്ട്രൈക്ക് എടുത്തത്. ഇതിനു മുമ്പ് സ്ട്രൈക്ക് എടുക്കാതെ സഞ്ജു നോൺ സ്ട്രൈക്ക് എൻഡിൽ നിന്നത് 2024 ജൂലൈയിലായിരുന്നു. ടെക്നിക്കൽ സൈഡിനൊപ്പം തന്നെ മെന്റലി സഞ്ജു വളരെ വീക്കാണ്. വൈസ് ക്യാപ്റ്റനായ ശുഭ്മാൻ ഗില്ലിനെ തഴഞ്ഞ് ന്യൂസിലൻഡ് സീരീസിലേക്കും പിന്നീട് ലോകകപ്പിലേക്കും 1ാം നമ്പർ ഓപ്പണറായി തിരഞ്ഞെടുത്തതിൽ പ്രൂവ് ചെയ്യാൻ കഴിയില്ലേ എന്ന തോന്നലും സഞ്ജുവിന് ഉണ്ടായി കാണണം. സെക്കൻഡ് ചോയ്സ് കീപ്പറായ ഇഷാൻ കിഷൻ കിട്ടിയ അവസരങ്ങളെല്ലാം മുതലാക്കുന്നു. വൺ ഡൗൺ പൊസിഷനിൽ വിശ്വസ്തനായ തിലക് വർമ്മ പരിക്കുമാറി തിരിച്ചെത്തുന്നു. സഞ്ജുവിന് ആശങ്കയ്ക്കുള്ള കാരണങ്ങൾ ഒരുപാടുണ്ട്. പക്ഷേ അപ്പോഴും ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ അവസാന മത്സരം ഓർമ്മയില്ലേ? ഗിൽ നിരന്തരം സ്ലോ ഡൗൺ ചെയ്തപ്പോൾ സഞ്ജുവിന് ഒരു അവസരം കൊടുത്തു. അന്ന് ആ ഡു ഓർ ഡൈ മാച്ചിൽ സഞ്ജു കാണിച്ച ഇൻറ്റൻസും കോൺഫിഡൻസുമാണ് ഒറ്റയടിക്കിപ്പോൾ ഇല്ലാതായത്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ആ 22 പന്തിലെ 37 റൺസാണ് സഞ്ജുവിൻ്റെ കരിയർ നീട്ടിയത്. അതുപോലൊരു ഒറ്റ ഇന്നിങ്സ് മതി സഞ്ജുവിന് കോൺഫിഡൻസ് തിരികെ പിടിക്കാൻ. ഇനി തിരുവനന്തപുരത്ത്, സഞ്ജുവിൻ്റെ സ്വന്തം തിരുവനന്തപുരത്ത് ഒന്നുകിൽ അവിടെ തീരും, അല്ലെങ്കിൽ അതൊരു 1.5 തിരിച്ചുവരവായിരിക്കും. സിനിമാ കഥകളെ വെല്ലുന്ന 1.5 തിരിച്ചുവരവ്. 100 കോടി ജനങ്ങളുള്ള ഈ നാട്ടിൽ, ക്രിക്കറ്റ് മതമായ ഈ രാജ്യത്ത്, ഇവിടുത്തെ ഏറ്റവും ജനപ്രിയമായ ഗെയിമിൽ ഇങ്ങനെ തുടരുന്നത് തന്നെ താങ്കൾക്ക് കഴിവുള്ളതുകൊണ്ടാണ്. സഞ്ജു വിമർശകർക്ക് 1.5 മറുപടി നൽകൂ. എന്തായാലും ഇന്ത്യൻ ടീമിൽ കളിക്കുന്ന IPL ഇത്ര വർഷമായി ഒരു ബ്രാൻഡ് തന്നെയായി മാറിയ കളിക്കാരൻ നമ്മുടെ കേരളത്തിൽ നിന്ന് അധികമില്ലല്ലോ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഞ്ജു, നിങ്ങളുടെ നല്ല സമയത്തേക്കാൾ കൂടുതൽ നിങ്ങളുടെ മോശം സമയത്ത് ഞങ്ങൾ കൂടെ ഉണ്ടാകും. ഓൾ ദി ബെസ്റ്റ്. ഈ സമയവും കടന്നു പോകും.